വ്ളോഗ്. അപ്പോൾ എല്ലാവരെയും കണ്ട് ഞാൻ കുറേ നാളായി. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്ക് സുഖമാണ്. ഇന്നൊരു സൺഡേ ആണ് ഗൈസ്. സൺഡേ ആയിട്ടൊരു ഔട്ടിംഗ് വ്ളോഗാണ്. ഞങ്ങൾക്ക് മന്ത്ലി വൺസ് ആണ് ഔട്ടിംഗ് കിട്ടാറ്. ഇന്ന് സാധാരണ ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ, അതായത് ഈ മമലാപുരം ഏരിയയിലാണ് ഔട്ടിംഗ് കിട്ടാറ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് രാജമന്ത്രി പോകാൻ പറ്റും. ഞങ്ങൾ സാറാ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന്. എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ കിട്ടുന്നതൊക്കെ നമുക്കൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാജമന്ത്രി അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ രാജമന്ത്രിയിലാണ് വന്ന് ഇറങ്ങുന്നെങ്കിലും അവിടെ നിന്ന് അപ്പം തന്നെ ഇങ്ങ് അമലാപുരത്തേക്ക് വരിക ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടത്തേനും കുറച്ചുകൂടി ഷോപ്പിങ്ങിനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല ഗൈസ്, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാര്യം വീഡിയോ ഒക്കെ എടുക്കുമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കണ്ടറിയാം. ഞാൻ രാവിലെ എണീറ്റ് റെഡി ആയിരിപ്പുണ്ട്. നമുക്ക് റെഡി ആവണം. എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് തൊണ്ടവേദന തന്നെയാണ്, പനിക്കാന്ന് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ടോട്ടലി മാറി. നല്ല തണുപ്പാണ് ഗൈസ്. മഴ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ്. നമുക്ക് എണീക്കാൻ പോലും തോന്നത്തില്ല. കോളേജിൽ പോകാൻ പോലെ നേരത്തെ എണീക്കട്ടെ. ഞാൻ ഔട്ടിങ്ങിന് പോകുന്നത് നേരത്തെ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് റെഡി ആവണം. ടൈമില്ല. നമുക്ക് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനത്തെ ഒരു പ്ലാനിങ് ആണ്. കാര്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 7:30, 8:30 ആ ഒരു ടൈമിങ്ങിന് ഇറങ്ങണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റെഡി ആവണം. റെഡി ആകാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. എല്ലാവരും കൂടി റെഡിയായി ഇറങ്ങണ്ടേ. അപ്പോൾ അതാണ് ഗൈസ് പ്ലാനിങ്. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. കുറച്ച് ആൾക്കാരാണ് രാവിലെ സ്ഥിരമായിട്ട് നേരത്തെ എണീറ്റ് കഴിക്കാൻ പോകും ഗൈസ്. എന്തൊന്നും അറിയത്തില്ല. ആര് എന്തൊക്കെ സംഭവിച്ചാലും അവർ കഴിക്കാൻ പോയിരിക്കും. അതങ്ങനെയാണ്. അവരുടെ കാര്യമൊന്നും പറയാത്തതാണ് നല്ലത്. കാര്യം ആരും ഇവിടെ അങ്ങനെ ഉറക്കമൊന്നും എണീറ്റിട്ടില്ല. ഉറക്കമൊക്കെ എണീറ്റ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. നമുക്ക് ഉറക്കമൊക്കെ എണീറ്റ് എല്ലാവരും ഒരു സെറ്റപ്പായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കേസ് ഇവിടെ കിടക്കുവാണ്. ഉറക്കമൊക്കെ എണീറ്റ് ഇതാ വരുന്നേ ഉള്ളൂ. ഇനി ഇവരൊക്കെ ഉറക്കം എണീറ്റിട്ട് എപ്പം നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു 8:30 ഇറങ്ങേണ്ടതാണ്. ഇവരൊക്കെ ഇറങ്ങുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഗൈസ് ഞാൻ എന്താ തുണി മാറിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മെസ്സിൽ പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് വന്നിട്ട് ഇവിടെ ഒരുത്തിയുടെ ഓടുവാ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് റെഡി ആവാം. ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ അതിനെ ഒരുങ്ങി വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇനി ചുണ്ണിയിട്ടില്ല. നമുക്ക് കഴിക്കാൻ പോവാം. ചപ്പാത്തിയാണ് ഇവിടെ കഴിക്കാം. നല്ല ചപ്പാത്തിയാണ്. ചപ്പാത്തിയാണ് ഇവിടെ മുടങ്ങാതെ എല്ലാവരും കഴിക്കാൻ പോകണ ഒരു വിഭവം. നിങ്ങളെ ചിരിക്കൂ. ഇന്ന് ഇത്ര പേടിക്കുന്നതിനാ? ആർക്കൊന്നും മിണ്ടായില്ലേ? ചിലപ്പോൾ ഈ സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കൂടി ചെലച്ച് കൊല്ലും. ആർക്കൊന്നും മിണ്ടായില്ല. കാരണം ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടായില്ല. അല്ലെങ്കിൽ കുറേ നുണകൾ കാണാൻ പറയാം. അപ്പോൾ നമുക്ക് പോവാം. നോക്കത്തില്ല എന്നുള്ള നടക്കുന്ന ഒരു ആളാണിത്. ഒക്കെ നാളെ കഴിച്ചു. അതുകൊണ്ടാണ്. ഇതാണ് കിൻഡർ ജോയ്. ഇവിടെ തെന്നി വീണ് കേട്ടോ. ഇവിടെ 2 പ്രാവശ്യം ഞാൻ തെന്നി വീണ്. എന്തിനാണെന്നറിയോ? ഇവക്ക് സാധനം വാങ്ങാൻ പോയിന്. ഞാൻ തെന്നി വീണ്. എൻ്റെ കാല് മുറിഞ്ഞ് ചോര ഒഴുകി ഞാൻ അവിടെ ഇത്തിരിയോ വലിയൊരു ആന മുറിവായിരുന്നു. അന്ന് കടന്ന് കരച്ചിലായിരുന്നു കാണേണ്ടത്. ഇത്ര മുറിഞ്ഞ ഞാൻ ചറുകി കുത്തി അങ്ങ് വീണിട്ടോ ആ കിടക്കുന്നത്. എൻ്റെ കാല് മുറിഞ്ഞ് ചോര വന്ന് ഞാൻ അവിടെ കിടപ്പായി പോയി. ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇവളാണ് കേസ് എന്നെ എടുത്തോണ്ട് പിടിച്ചോണ്ട് പോയത്. കാര്യം ഞാൻ വീട് കാലം കുടിഞ്ഞ് ഞാൻ അവിടെ കിടന്നു. ഒടിഞ്ഞില്ല, ചെറിയൊരു മുറിവായിരുന്നു. പക്ഷെ നല്ല വേദനയായിരുന്നു. അതിന്റെ പാട് ഇപ്പോഴും ഉണ്ട് എൻ്റെ കാലില്. ഞാൻ ഇവിടെ കാണിച്ചു തരും. നമുക്ക് പെട്ടെന്ന് പോകണം. ക്യൂ ഉണ്ടെന്ന് പറയുന്നു, ക്യൂ ഇല്ലെന്നും പറയുന്നു. അതെ, നിങ്ങൾക്ക് അറിയാമോ ഗൈസ്, ഞങ്ങള് മിഷൻ ചപ്പാത്തി പരത്തിലേക്ക് അപ്ഗ്രേഡ് ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല സൈൻസ് കണ്ടോ. ഞങ്ങളുടെ ഗ്രൗണ്ടാണ്, ഒരു വലിയ ഗ്രൗണ്ട്. എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് ഫുഡ് കഴിക്കാൻ വന്നു തുടങ്ങി. ഞായറാഴ്ച സാധാരണ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. പക്ഷെ ഇന്ന് എല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ മെസ്സ്. അപ്പം നിങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ കഴിച്ചിട്ട് ഇറങ്ങി. എബി ഡോവർന്ന് വരുന്നുണ്ട്. ചുമയാണ് ഗൈസ്. ഇതാരും നോക്കൂ. മിസ്റ്റർ കെറിൻ റെഡി ആവുന്നില്ലേ പോവാൻ? ഉണ്ട് ഗൈസ്, ഞങ്ങൾക്ക് ഔട്ടിംഗ് ഉണ്ട് ഗൈസ്. അതും രാജമന്ത്രിയിലാണ് നമ്മൾ പോണത്. എല്ലാവരും പോയി റെഡി ആവാൻ പോവാണ്. കഴിച്ചിട്ട് നല്ല വെയിലായി തുടങ്ങി. അപ്പം റെഡി ആവടി. ബൈ. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് ഒരുങ്ങണം. സമയമില്ല കഴിച്ചു. പെട്ടെന്ന് ജടപടിയെന്നാണ് ഒരുങ്ങേണ്ടത്. നേരെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുങ്ങാനായിട്ട് പോകണം. ഒരുങ്ങാനായിട്ട് ഒന്നും പറയണ്ട, എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. എല്ലാവരും ഒരുങ്ങി തീരാനായിട്ട്. അല്ലല്ല, ഞാൻ ഒതുക്കി വെച്ചതാ. അടിപൊളിയായിട്ടില്ല. കൊണ്ടുപോകണമെന്നാണ് അഭിപ്രായം. അപ്പൊ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. റെഡി ആവുന്ന വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം. എല്ലാവരും റെഡി ആയി ഇറങ്ങി വരട്ടെ. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാണത്. ഹായ് ചെപ്പു. ഹായ്.
വ്ളോഗാണ്. ആയമയാണ് ഗൈസ് ഇത്. ആയമ ഇപ്പം വന്നേ. ഇപ്പം അല്ല, ആയമ രാവിലെ വന്നു. ഇപ്പോഴാണ് ഞാൻ ആയമയെ കാണുന്നത്. ഭയങ്കര കാറ്റായിട്ട് ഡോറെല്ലാം കിടന്ന് അടയുക. ഡോർ അടച്ചിട്ടി. അപ്പം നല്ല കാറ്റാണ്. തുണിയൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഇപ്പം തുണി ഇട്ട് ക്ലിപ്പ് ചെയ്തില്ലെങ്കിൽ അത് പറന്ന് അപ്പുറത്ത് തയ്യത്തക്കുന്നൊക്കെയാണ് പിന്നെ കിട്ടുന്നത്. നല്ല തുണിയുണ്ട് ഗൈസ്. ഇതോ അവിടെ ഇവിടെ മൊത്തം പാടമാണ്. അപ്പം എന്താ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. എല്ലാവരും ഒതുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം 8 മണിയായി. 9 മണിയായി ഇവിടെ നിന്ന് ഇറങ്ങാൻ. 9 മണിക്ക് അവിടെ ചെല്ലണ്ട. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ 9 മണിക്കാണ്. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആരും വന്ന് കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിഷയം. അയ്യോ, എൻ്റെ ഷോർട്സാണത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാറ്റായതുകൊണ്ട് തന്നെ ഒന്നും ഇടാൻ പറ്റത്തില്ല. പറന്ന് നടക്കും. എൻ്റെ ഷോർട്സാണ് കഴിച്ചത്. ഞാൻ വരുമ്പോൾ എടുക്കാം. എല്ലാവരും ദാ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി. എന്തുവാ? ആരാ? ഹായ് ആൻറ്റി. ഗൈസ് എല്ലാവരും വന്നിവിടെ വെയിറ്റ് ചെയ്യുക. ബാക്കി എല്ലാവരും വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതാണ് ഗൈസ് എൻ്റെ പ്രിയപ്പെട്ട റൂംമേറ്റ്സ്. എന്താ ഡിലേറ്റായേ? എല്ലാവരും എത്തി. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ എത്തി. ബാക്കി വരാനുണ്ട്. കയറി. ബാക്കി എല്ലാവരും കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന് കയറണം. വൈകുന്നേരം വരുമ്പോൾ ഈ കോലൊന്നും അല്ലായിരിക്കും. വരുമ്പോൾ ഏത് കോലമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും എല്ലാവരും കയറട്ടെ. നല്ല കാറ്റുണ്ട്. അത് കുറച്ച് വിൻഡോ ഒക്കെ തുറന്നു. ശിബില തൊണ്ടവേദനയാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇത്രയും നാളെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഔട്ടിങ്ങിന് പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് തൊണ്ടവേദനയാണ്. വിക്സ് മുട്ടായി തന്നെ. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇന്ന് ഞാൻ ഔട്ടിങ്ങിന് പോയി ഇറങ്ങിയോണ്ട് കൃത്യം എനിക്ക് തൊണ്ടവേദനയാണ്. അൻസാനിലേക്കാണ് കേസ്. നമുക്ക് ഒപ്പിടണം. ഒപ്പിടാൻ പേനില്ല. എടി അക്കേറ്റ് പേനാന്ന്. എവിടെ ഇടണ്ടേ? കള്ളസേലത്ത് എല്ലാരും ഒപ്പിടുന്ന ഞാനാണ്. എല്ലാരും കള ഒപ്പിടുന്ന ഇപ്പൊ ഞാനാണ്. ഇതാരാണ്? ഹന്നയാണ്. നമുക്ക് ഹന്നയുടെ ഒപ്പിടാ. പിന്നെ ഇതാരാണ്? എബി. അലീനയുടെ ഒപ്പിടാ. പറയൂ. നല്ല കാറ്റ്. ഞങ്ങളുടെ കോളേജിന്റെ ബാക്ക് ഗേറ്റ് വഴിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റ്. ഞങ്ങൾ ബാക്ക് ഗേറ്റ് വഴിയാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഔട്ടിങ് പോവാം ഗൈസ്. വണ്ടി കയറിയാൽ പിന്നെ നമ്മൾ മുടി കെട്ടണം. അറിയാം. കാര്യം ഇവിടുന്ന് 2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. നമുക്ക് നല്ലപോലെ ഉറങ്ങാനൊക്കെ സമയമുണ്ട്. സോ നമുക്കിനി ഉറങ്ങാം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. മുടിയൊക്കെ നമുക്ക് മുടിയൊക്കെ കെട്ടി ഇവിടെ ഇന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ഞാനിപ്പം നല്ല ശബ്ദമാണ്. ഞങ്ങളിവിടെ ഒരു ടെമ്പിളിലെത്തി. നല്ല ഫേമസ് ഒരു ടെമ്പിളാണ്. പേര് എനിക്കറിയില്ല. നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങളുടെ ഒരു ടെമ്പിളിലെത്തി. ടെമ്പിള് നല്ല അടിപൊളി ടെമ്പിളാണ്. പക്ഷെ എനിക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കയറുന്നില്ല. ഞങ്ങളെ കോർഡിനേറ്റർ മാമാണ്, ജയന്തി മാം എന്നാണ്. യൂട്യൂബാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ. മാം ബേസിക്കലി ഫ്രം തമിഴ്നാടു ആണ് ഗൈസ്. മാമിന് പക്ഷെ മലയാളം അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകണം. മാമിന് മലയാളം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാം നല്ലപോലെ. ഇങ്ങനെ കാറ്റ് ഇവിടെ ഉള്ള കുടയൊക്കെ കുടയങ്ങ് പറന്നു പോവാ. ആകെ ഒരു കൊച്ചു കുടയുള്ളേ. അത് പോയാൽ പിന്നെ പറയണ്ട. മടക്കി വെക്ക്. ഇവിടെ ഒരു റിവറിലേക്ക് വന്നു. അടിപൊളി ആ ഗോദാവരി റിവറാണ്. സെറ്റ് കാണാനായിട്ട് നല്ല കാറ്റുണ്ട് ഇവിടെ. ഇവിടെ അടുത്ത് ടെമ്പിളും ഉണ്ട്. സെറ്റ് വ്യൂ അല്ലേ, നല്ല രസമുണ്ട്. കുട അടച്ച് വീട്ടിൽ കുട നേരത്തെ പറന്നങ്ങ് പോയി. ഇപ്പോഴാണ് കിട്ടിയത്. അടിപൊളി, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. നല്ല കാറ്റുണ്ട്. പല്ലിൽ കമ്പിയിട്ട റോസ്.
ഗൈസ് ആ ബ്രിഡ്ജ് ഉണ്ടോ, നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. ഞങ്ങൾ ട്രെയിനിലിരിക്കുമ്പോൾ കാണാറുണ്ട്, പക്ഷേ ഇത്രയും ക്ലോസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. നല്ല കാറ്റും വെയിലും ഉണ്ട്, അതേ കണക്ക് കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം ഗൈസ്. ഡെസ്റ്റിനേഷൻ ഒരു ഫോറസ്റ്റ് ആണ്, ഒരു പാർക്ക് ഏരിയ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ ഇവര് ഇതിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻട്രി ഫീസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ. 40 രൂപ. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മളിതിന് അകത്ത് കയറിയിട്ട് എന്താണ് മാപ്പാണ്, നമ്മൾ മാപ്പൊക്കെ നോക്കി ശരിയാക്കിയതിന് ശേഷം എങ്ങോട്ട് പോകണമെന്ന് ഫിക്സേഷനാണ്. ഞങ്ങൾ ടീമായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിൽ പിന്നെ 12 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ 12 പേര് ഒരു ടീമായി, ബാക്കി എല്ലാവരും ഷഫിൾ ചെയ്ത് ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം എങ്ങോട്ട് പോകാൻ നോക്കാം. നോർമൽ വെള്ളം വാങ്ങിച്ചാലോ, അതും വാങ്ങണം. ഇവിടെ ഒരു കഫേ ഉണ്ട്, ഞങ്ങൾ അതിനകത്തോട്ട് കയറി. അതിനകത്ത് കയറിയത് ഞാനൊരു ബദാം മിൽക്ക് മേടിച്ചു. എനിക്ക് ബദാം മിൽക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കോളേജിൽ നിന്ന് കിട്ടാറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ബദാം മിൽക്ക് കൊള്ളാം. പാർക്കൊക്കെയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഏരിയ മൊത്തം ഒരു കുറച്ച് പുല്ലും പച്ചപ്പും ഹരിതാപവും അങ്ങനത്തെ ഒരു രീതി. എല്ലാവരും ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. കയറക്കമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും കുനിഞ്ഞ് കയറുവാണ്. താരടി ഇതിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്ന ആൾ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളുടെ ഡ്രൈവർ എത്തി. വണ്ടി ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് അറിയത്തില്ല. ഇപ്പൊ വന്ന് മൂക്കും കുത്തി വീണ് പല്ല് പോണോ അവളുടെ. അങ്ങനെ പാർക്കിൽ കിടന്നുള്ള കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി നമുക്കിനി ഫോറസ്റ്റിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാ. ഒരു ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മുളക്കാട്. സംഭവം ഒരു കാടാണോ എന്ന് ചോദിച്ചാൽ കാടാണ്, എന്നാ ഒരു അല്ല, അങ്ങനത്തെ ഒരു കാട് ഏരിയ. നല്ല രസമുണ്ട്. പക്ഷേ കുറ്റിയായിട്ട് നിൽക്കുക, നല്ല രസമുണ്ട്. നാട്ടിൽ അഡ്വഞ്ചർ റൈഡിലോട്ട് പോവാണ്. എന്താ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. അങ്ങോട്ട് പോണോ എങ്ങോട്ടാ പോണത് ഇല്ല, കാടാണ്. ഞങ്ങളിത് അഡ്വഞ്ചറസ് റൈഡ് എന്ന് പറഞ്ഞുള്ള സംഭവത്തിലും കയറി. അറിയത്തില്ല, വഴിയൊന്നും അറിയത്തില്ല. ഞങ്ങൾ അങ്ങ് പോവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റൗണ്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. തിരിച്ചുള്ള വഴി ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ തടാകമൊക്കെ ഉണ്ട്, കാണിച്ചുകൂടെ? തടാകമുണ്ടോ? തടാകമില്ല, ഇതൊരു കുഴിയാണ്. വിവരദോഷികളുടെ കൂടെ പോകരുതെന്ന് പണ്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, അവിടെ നിന്ന് തുടങ്ങി കറങ്ങി ഞങ്ങൾ ഇവിടെ വന്ന് അവസാനിച്ച്. വേറൊന്നുമല്ല ഗൈസ്, ഇതൊരു റൗണ്ട്. ഇവിടെ ആനയല്ല, പോത്ത്. കുറെ മന്ദബുദ്ധികളുടെ കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ചില്ലറ മന്ദബുദ്ധിത്തരൊന്നും അല്ല പറയുന്നത്. ഓടിയിട്ട് ഇതുവരെ എത്തുന്നില്ല. ഓടി കളിക്കുവാണ്, ആടുകയാണ്. ഒരു നൂലും തുമ്പത്താണ് ഇവളുടെ ജീവിതം. ഇത് ഫോൺ എവിടെ ജിമ്മി കാശ് കൊടുത്തിട്ട് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന തീർത്ഥാടനം. അവിടെ എത്തുമ്പോഴത്തേക്ക് മാല തെറ്റിക്കോളും. കറക്ക് ഞങ്ങൾ തളർന്നു. ഇവിടെ കിടന്ന് ഓടി മറിഞ്ഞ് തകർന്ന് ഇനി ഇത്തിരി റെസ്റ്റ് ആണ്. ഇവളായിരുന്നു ഇവിടുത്തെ ഊഞ്ഞാലാട്ടക്കാരി. ആട്ടി തളർന്നു, നല്ലപോലെ ക്ഷീണിച്ച് ഇനി ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ബ്ലോഗിലേക്ക്. ഇന്നത്തെ ട്രിപ്പ് അത്യാവശ്യം വളരെ നല്ല, എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ലായിരുന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് എത്തുമ്പോൾ ഗൈസ് കാണിക്കാം. അതല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. അപ്പോൾ കഴിക്കാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെ ഒരു കടയുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇവിടെ തോന്നിയുണ്ട്. ഇങ്ങോട്ട് നടന്നപ്പോൾ അറിഞ്ഞില്ല ദൂരം. അങ്ങോട്ട് നടക്കാനായിട്ട് ഒരുപാടുള്ള പോലെ ഫീൽ ചെയ്യുന്നു. തളർന്ന് ഞാൻ ശരിക്കും കേട്ടോ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ എത്തി. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ ഗൈസ്, ഇതിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് എന്താ ഓർഡർ ചെയ്യുന്നത് ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണം. കാര്യം വിശന്ന് കിളി വറക്കുവാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഞങ്ങൾ എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചത്. സാറ്റിസ്ഫൈഡ് ആണോ നമ്മി? അതെ, ഇവിടെ ഇരിക്കുവാണ്. ഫുഡ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ വ്യൂ ആണ് പുറത്ത്, നല്ല കാറ്റ്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഗൈസ് ഫുഡ് വരട്ടെ. ഫുഡ് ദിസ് ഈസ് അവർ ചിക്കൻ ചില്ലി. ഞങ്ങൾ ചിക്കൻ ചില്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമില്ലേ കാണാൻ ഗൈസ്? ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. നല്ല ചിക്കൻ ചില്ലി, നല്ല ബോൺലെസ് ചിക്കൻ ചില്ലിയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ചില്ലി കാണാനും നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇറങ്ങി വയറ് നിറഞ്ഞു കൈസ്. കൊടവയറുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫുഡ് ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടോടെ? നല്ല ഫുഡായിരുന്നു കൈസ്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി. ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഭയങ്കര ക്ഷീണം, ഉറങ്ങിയാൽ മതിയെന്ന് തോന്നുന്നു. ആ വയറ് നിറഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം, അത് നിർബന്ധമാണ്. പക്ഷേ നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്, അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകണം. ഇപ്പോൾ കൈസ് നമുക്ക് ഷോപ്പിങ്ങിന് എവിടെ പോകണമെന്ന് അറിയത്തില്ല. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം കൈസ്. ഞങ്ങൾ റിലയൻസിലെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തതിന് ശേഷം ഇറങ്ങണം. ഞാൻ ഭയങ്കര ടയേർഡായി. പിന്നെ പോവാം കൈസ്. ഞങ്ങൾ റിലയൻസിലെത്തി. ഇവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. എന്നിട്ട് നേരെ ബാക്ക് ടു കോളേജ്. കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫേഴ്സൊക്കെ നോക്കി. എന്താ എടുക്കുന്നത്? ഇതെത്ര? 49 രൂപ. അത് കൊള്ളാമല്ലോ. ഇത് 3 എത്ര? 55 രൂപ. ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലേഡീസ് സെക്ഷനിലേക്ക് എത്തി. നമ്മുടെ മമ്മിയൊക്കെ ഉണ്ട് ഗൈസ്. ഞാനിവിടെ 2 സാധനം തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. പൂക്കി എന്തെന്ന് അറിയാൻ വയ്യ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ തപ്പിത്തറന്ന് നോക്കുക ഏതൊക്കെയാണ് നല്ലതെന്ന്. ഞാൻ അതൊക്കെ ഒന്ന് തിരക്കിയിട്ട് വരാം. ഓഫർ നടപ്പുണ്ട്, ഒരുപാട് ഓഫറുണ്ട്. എല്ലാം ഒന്ന് നോക്കണം. ഇതെല്ലാം 3299 സെക്ഷൻ കുർത്താസാണ്. നല്ല നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ, കാര്യം ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാൻ വയ്യ. ആകെ ഒരു ഓയിലിൻ്റെ പ്രൈസ് നോക്കാൻ നിൽക്കുവാണ്. ഇവിടെ നല്ല ഓഫറുണ്ട്. ഞാൻ ഹെയർ ഓയിൽ വാങ്ങണമെന്ന് പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. സോ ഹെയർ ഓയിൽ നോക്കാം. 50% ഓഫർ കിടക്കുവാണ്. 50% ഓഫർ എന്ന് തോന്നുന്നത്. നോക്കട്ടെ. നമ്മളിവിടെ റോസ് മിൽക്ക് കുടിക്കാൻ വന്നേക്കുവാണ്. രാജമന്ത്രിയിലെ ഏറ്റവും ഫേമസ് അവരുടെ റോസ് മിൽക്കാണെന്നാണ് പറയുന്നത്. ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ റോസ് മിൽക്ക് കുടിക്കാനായിട്ട് വന്നു. ഇവിടുത്തെ ഏറ്റവും ഫേമസ് റോസ് മിൽക്കാണെന്നാണ് പറയുന്നത്. കുറേ കേട്ടു റോസ് മിൽക്കിനെ പറ്റി, പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. രാജമന്ത്രിയിൽ വന്ന റോസ് മിൽക്ക് കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുടിക്കാൻ കഴിയും. റോസ് മിൽക്ക് കിട്ടിയിട്ടുണ്ട്. കുടിച്ചു നോക്കാം ഗൈസ്. കാര്യം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. 70 രൂപ ചാർജ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെ പാലൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഇതൊക്കെയാണ് സംഭവിച്ചത്. റിലയൻസിലെ ഫുൾ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, കാര്യം അവിടെ ക്യാമറ അധികം അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. ഭയങ്കര ഒരു ലോങ് ഡേ ആയിരുന്നു. നല്ല എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം, ഏകദേശം ഒരു മാസമായി ഞങ്ങൾ നാട്ടിൽ നിന്ന് ലീവിൽ നിന്ന് വന്നിട്ട്. അതിനുശേഷം നല്ലൊരു മീൻസ് അടിപൊളി ഒരു ഡേ ആയിരുന്നു. സൺസെറ്റ് ഒക്കെ കാണാൻ ഇവിടെ അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ ശരിക്കും ഇന്നത്തെ ഡേ എൻജോയ് ചെയ്തു. കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നല്ല ഡേ ആയിരുന്നു. എനിക്ക് നല്ല ഡേ ആയിട്ടോ. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഡേ കിട്ടുമെന്ന് ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുന്നു ഗൈസ്. എന്താ പറയുന്നു? അടിപൊളി, ഭയങ്കര റിലീഫായ ഒരു ഡേ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. എല്ലാവരും ബൈ പറയൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ